അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കേവിലോട്ടാണ്, ഒരു ഗുഹ. വേറെ എവിടെയല്ല, മൂന്നാറിൽ തന്നെയാണ്. അപ്പോൾ മൂന്നാറിലുള്ള കുറച്ച് എക്സ്പേർട്ടായിട്ടുള്ള ട്രെക്കിങ്ങിനൊക്കെ കൊണ്ടുപോകണ അവരായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവർ ഗൈഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആ സ്പോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം എന്നല്ല, ആരും പോവാറില്ല. പിന്നെ ഇവർ ഇടക്ക് പോയിട്ട് കണ്ടുപിടിച്ച ഒരു സ്പോട്ടാണ്. അപ്പോൾ അധികം അങ്ങനെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ളൊരു സ്പോട്ടാണെന്നാണ് പറയണത്. ഗുഹയാണ്. ഗുഹൻ്റെ ഉള്ളിൽ അവർ പറഞ്ഞത് ആനിമൽ ആക്ടിവിറ്റീസ് ഒക്കെ കാണാറുണ്ട്, ട്രയൽസ് കാണാറുണ്ട്, പുലിയുടെ കാൽപ്പാടൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോണത്, ഗുഹയിലോട്ടാണ് പോണത്. നൈറ്റ് ട്രെക്കിംഗ് ആണ്. അപ്പോൾ നേരെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഇന്ന് നൈറ്റ് അവിടെയാണ് സ്റ്റേ. ചെറുതായിട്ട് ചിക്കനൊക്കെ വെച്ച് ഇന്നത്തെ കാഴ്ചകളും ക്യാമ്പിങ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് അങ്ങോട്ട് പോവാം. ഇന്ന് മൂന്നാറിലത്തെ പുലി ഗുഹയിലോട്ട് പോവാം ഇന്നത്തെ താമസം. ലഗേജൊക്കെ കാറിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്, അപ്പോൾ ജീപ്പായിട്ട് കുറച്ചും കൂടി വന്ന് ഇങ്ങോട്ട് എന്നിട്ട് ഇനി ഇവിടെ നിന്നാണ് ഞങ്ങൾ നടന്ന് ട്രെക്ക് ചെയ്ത് പോകാൻ പോണം. മഴയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്തായാലും നമ്മൾ അറ്റൻഡ് ചെയ്യണ ഈ ടാസ്ക്. നമ്മുടെ കൂടെ ചാൾസും ഉണ്ട്. അപ്പോൾ നമുക്ക് പോവാം, സ്റ്റാർട്ട് ചെയ്യാം. ചാൾസ് അപ്പോൾ കുറച്ച് വിറക് അങ്ങനെ വെട്ടി സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എളുപ്പ പണിക്ക് വേണ്ടി. മഴ ആയിക്കൊണ്ട് നമുക്ക് കുറച്ച് ചിക്കനൊക്കെ ഉണ്ടാകാനുള്ള റിസ്ക് എടുക്കാൻ പറ്റില്ല. അതെ, ഇപ്പം ഏകദേശം ഒരു 10:05 കറക്റ്റ് ടൈം. ചാൾസ് കൂടാതെ പിന്നെ നമ്മുടെ ഒപ്പം വേറെ 2 പേരും കൂടി ഉണ്ട്. ഷിജു ബ്രോ ഉണ്ട്, പിന്നെ അതുപോലെ അഖിലേഷ് ബ്രോ ഉണ്ട്. നമ്മൾ 4 പേരും കൂടി 5 പേരും കൂടിയാണ് ഇപ്പോൾ മേളിലോട്ട് പോകാൻ പോകുന്നത്. പോവാപ്പാ. അപ്പോൾ നമ്മളിപ്പോൾ മേളിലോട്ട് ട്രെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് 10 മണി കഴിഞ്ഞ് രാത്രി. ഇപ്പം മേളിൽ പോയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണിത്. നമ്മുടെ മുമ്പിൽ ടീംസ് നടക്കുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് ഒരു ത്രില്ലിംഗാണ്. ആനിമൽ ആക്ടിവിറ്റീസൊക്കെ ഉള്ള വഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് മേളിൽ പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട്. മഴ ഉണ്ടായിരുന്നു, ഇപ്പം മഴ മാറി. ഇപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. മഴയൊക്കെ മാറി കറക്റ്റ് നമുക്ക് പോകാൻ വേണ്ടിയുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. ടൗണാണ് ആ കാണുന്നത്, മൂന്നാർ ടൗണാണ് നമുക്കിപ്പോൾ ഇത് കാണാൻ പറ്റുന്നത്. ലൈറ്റ് കാണുന്നത്. നമുക്ക് ക്യാമ്പ് ഫയർ ഇടാനുള്ള വിറക് സ്പോട്ട് കണ്ടെത്തി കേട്ടോ. ഒരുപാട് വിറകുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബാഗൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഈ വിറകൊക്കെ എടുത്തിട്ട് കണ്ടോ, നല്ല വലിയൊരു കുഴിയാണ്. വീണ് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ സൈഡിൽ കൂടെയൊക്കെ നമ്മൾ നടന്നു പോകണം. ഇപ്പോൾ ആ ലൈറ്റ് കണ്ട ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്, അത് മൂന്നാർ ടൗണാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു മേളിൽ കയറി എസ്റ്റേറ്റിൻ്റെ ഇടയിൽ കൂടെ ട്രക്ക് ചെയ്ത് വന്നിപ്പോൾ ഹൈറ്റിലായി, ഹൈ വോൾട്ടിറ്റ്യൂഡിൽ കയറി. നമ്മൾ ഓൾമോസ്റ്റ് ഈ കേവിൻ്റെ അവിടെ എത്താറായി. ഇവർ ഒച്ചെടുക്കുന്നത് എനിക്ക് തോന്നുന്നു മൃഗങ്ങൾ ഓടിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും വൈൽഡ് ആനിമൽസ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് നീങ്ങാൻ വേണ്ടിയുള്ളതാണ്. വലിയ പാറൻ്റെ സൈഡിലെത്തി നമ്മൾ. അങ്ങനെ നമ്മൾ കേവിൻ്റെ അവിടെ എത്തി.
അപ്പോൾ ഈ ഒച്ച എടുക്കുന്നത് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മൃഗങ്ങളുണ്ടെങ്കിൽ അത് പുറത്തോട്ട് പോകാൻ വേണ്ടിയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയാണത്. ടാസ്ക് അല്ല. അപ്പോൾ അവർ ചെക്ക് ചെയ്യുന്നതാണ് ആദ്യം കേവിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. അവിടെ ഒരു മുള്ളമ്പന്തി ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മുള്ളമ്പന്നിയുടെ മുള്ളൊക്കെ കിടക്കണത്. അപ്പോൾ അതിൻ്റെ ട്രാക്കാണത്. അട്ടേറിയിട്ടുണ്ടോ? നമുക്ക് രാവിലെ ആകുമ്പോൾ ഡേ ആകുമ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ കിട്ടും. ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് ഒട്ടും കാണാൻ പറ്റില്ല, മനസ്സിലാവില്ല. അപ്പോൾ ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ചാൾസാണ് എല്ലാത്തിലും ഫുൾ ഓണായി നിന്ന്. ഇപ്പോൾ അതെ ഷിജു ബ്രോ, ചാൾസ്, ഷിജു ബ്രോ ഒക്കെ ഫുൾ എനർജിയാണ്. ചാൾസ് അല്ലെങ്കിൽ ഷിജു ആരെങ്കിലും വന്നിട്ട് എൻ്റെ ഈ കയ്യിൽ നിന്നുള്ള ഒന്ന് എടുത്തരോ? നന്നായിട്ട് കയറിയിട്ടുണ്ടല്ലോ. 3, 2, 1. നമ്മൾ ഒരുപാട് തയ്ക്കുന്നില്ല, ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പൊന്നോ നഖത്തിനിടയ്ക്കല്ലേ ലാസ്റ്റ് 3, 2, 1. ഒറ്റ വിളി വിളി കിട്ടില്ല ബ്രോ, ഒറ്റ വിളി കിട്ടിയ അങ്ങനെ വലിക്കാൻ പറ്റുന്ന സാധനമാണ് ഞങ്ങൾ ഒറ്റ വലിക്ക് വലിച്ചാൽ നടുക്ക് കയറ്റിക്കൊണ്ടിട്ടിട്ട്. കുറച്ച് കുറഞ്ഞ്, പക്ഷേ അഭിനയല്ല, റിയലാണ് ബ്രോ. അഭിനയം അങ്ങനെ അങ്ങനെ ആരും പുറത്തോട്ട് എടുത്ത് ആരും കണ്ട. ഇതില് ഒരു മില്ലിമീറ്റർ പോലും പുറത്തില്ലായിരുന്നു, ഫുൾ ആൻഡ് ഫുള്ളി ഉള്ളിലായിരുന്നു. അപ്പോൾ നമ്മൾ കേവിൻ്റെ മുമ്പിൽ ക്യാമ്പ് ഫയർ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ചാൾസിൻ്റെ മെയ്ക്കാണ്. വാസലിനും പിന്നെ വാക്സും അല്ലേ കോട്ടനും മിക്സ് ചെയ്തിട്ടുള്ള ഫയർ സ്റ്റാർട്ടറിൻ്റെ ഒരു ട്രിക്സാണ്. ഇതുപോലെ ഇനി ഒരുപാട് ട്രിക്സ് കാണാനുണ്ട് അല്ലേ ചാൾസ്? ഈ ട്രിക്സ് നമ്മൾ മാക്സിമം നമ്മൾ പഠിക്കുന്നതിനെക്കാളും നമുക്ക് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ആക്ച്വലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കകത്ത് ചമ്പക്കാട് എന്ന് പറഞ്ഞൊരു കുടിയുണ്ട്. അവിടെ ലാസ്റ്റ് ടൈം നമ്മൾ ഇപ്പോൾ അല്ല, ബിഫോർ 3 years മുന്നേ ക്യാമ്പ് ചെയ്യുമായിരുന്നു. മീൻസ് ഒരു 2 weeks ക്യാമ്പ്, കണ്ടിന്യൂസ്ലി ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ തീ പെട്ടിയാണെങ്കിലും ലൈറ്റർ ആണെങ്കിലും ഫ്ലെയിം ചെയ്ത് വെക്കാൻ പറ്റില്ല, കാരണം പെട്ടെന്ന് ഇതായി പോകും, അണഞ്ഞു പോകും. സോ അപ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ നേരത്തെ ഒരു ട്രൈബിൽ, പുള്ളിയുടെ പേര് ചന്ദ്രൻ എന്നാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് എന്നാ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് പോയി ഒരു തടിക്കഷ്ണം, ഒരു മരത്തിന് തടിക്കഷ്ണം എടുത്തുകൊണ്ട് വന്നു. അടുത്തിൽ പോയി ജസ്റ്റ് കാണിച്ചു, പന്തം നിന്ന് കത്തുന്ന പോലെ ആ തീയത്ത് അത് കത്ത് കണ്ടിന്യൂസ്ലി ഒരു 1/2 hour 1 hour അത് മതി. അത് വെച്ച് നമുക്ക് തീ സൂപ്പറായിട്ട് പിടിപ്പിക്കാം. നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു അറിവായിരുന്നു എനിക്കത്. അപ്പോൾ ഷിജു ബ്രോയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് അത് പറഞ്ഞത്. റിയൽ ലൈഫിൽ നിന്ന് അവർക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതുപോലെ ഇവർക്ക് എല്ലാവർക്കും ഓരോ ടിപ്സ് ഇങ്ങനെ അറിയാം. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലേക്ക് നമുക്കത് കാണാൻ പറ്റുന്നതാണ്. എൻ്റെ കൈ പരിക്ക് പറ്റിയതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഡൗൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് കുടിക്കാനും മറ്റുള്ള കുക്കിംഗ് ആവശ്യങ്ങൾക്ക് വെള്ളം വേണം. അപ്പോൾ അത് വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു empty ബോട്ടിൽ അങ്ങ് താഴത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് ഇനിയിപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഫുൾ മിനറൽസ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ കളക്ട് ചെയ്യാൻ പോകണം. വെള്ളം ഇവിടെ നിന്ന് കളക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നല്ല ഫിൽട്ടർ ചെയ്ത് തന്നെ പ്യുവറായിട്ടുള്ള മേളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വെള്ളം.
നമ്മൾ അടുത്ത കുക്കിംഗ് ഒക്കെ ചെയ്ത് പകുതിയാകുമ്പോൾ വെള്ളം ഫില്ലാവും. നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ ചിക്കനുള്ള മാരിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവരും നല്ല എരിവ് കഴിക്കുന്നതല്ലേ, പിന്നെ സ്പൈസി ആക്കിയിട്ട് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളം കളക്ട് ചെയ്യാൻ വെച്ച ഇതിപ്പോൾ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ പ്യുവർ നേച്ചറിൽ നിന്നുള്ള വെള്ളമാണ്. അപ്പോൾ ഇനി ഇത് മാറ്റിയിട്ട് ഇനി നമുക്ക് അടുത്ത് വീണ്ടും വെക്കണം അടുത്ത വെള്ളത്തിന് വേണ്ടി. അപ്പോൾ ഇവരിപ്പോൾ ചിക്കൻ താഴത്ത് കൊണ്ടുപോയിട്ട് കഴുകിയിട്ട് കൊണ്ടുവന്നാണ്. ഒരു 1 കിലോമീറ്റർ പോയിട്ട് അവിടെ ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഉറവുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കഴുകിയിട്ട് കൊണ്ടുവന്നാണ് ഇവർ രണ്ടുപേരും, ഷിജു ബ്രോയും അഖിലേഷ് ബ്രോയും. ഇവനെ അറിയത്തില്ല കേട്ടോ. ഇവിടെ ഒരു 2-3 അടുപ്പിച്ചടുപ്പിച്ച് വരാൻ വരച്ചോ. ഇത് മസാല ഉള്ളിൽ പിടിക്കണം. ചിക്കൻ തൂക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും വേറെ ഒന്നും കിട്ടിയില്ല. ലാസ്റ്റത്തെ ചാൾസിൻ്റെ ഗിറ്റാറിൻ്റെ, ഇത്രയും നേരം പാട്ട് പാടിക്കൊണ്ടിരുന്ന ചാൾസിൻ്റെ ഗിറ്റാറിൻ്റെ എക്സ്ട്രാ ഒരു സ്ട്രിങ് ഉണ്ടായത്. ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ചിക്കൻ തൂക്കിയിടാൻ പോണത്. അതൊന്ന് കഴുകിയേക്കാം. ഇത് കഴുകാൻ വേണ്ടി നമ്മളിപ്പം ഗിറ്റാറിൻ്റെ സ്ട്രിങ്, ഗിറ്റാറിൻ്റെ സ്ട്രിങ്ങിൽ വി ഹാങ് this chicken in the guitar string. Yes, you can see this is all about surviving. അപ്പം അങ്ങനെ ചിക്കൻ തൂക്കിയിട്ടുണ്ട്. പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കഷ്ടത്തിങ്കൽ ഭദ്രമായ വസ്ത്രവും തനിക്കു നമസ്കരിക്കാനും ത്രൈമുഖരമായ അടിമകളോര് മേലിരുന്ന നേരം മാളിക മോളി വാഴകൾ തിങ്ങി നീങ്ങിത്തത ബാരാനില നിന്ന് തട്ടുന്ന നേരത്ത് അപ്പൊ ഇവിടെ 2 വഴികളുണ്ട്, ഗുഹകൾ. ഒന്ന് അവിടെ ഉണ്ട്, പിന്നെ ഒന്ന് അപ്പുറമുണ്ട്, അവിടെ ഉണ്ട്. അപ്പൊ ഈ 2 വഴി പാസേജ് ഉണ്ട്. അപ്പൊ ഇതിലൂടെ മൃഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാൻഡിൽസ് ഇതിൻ്റെ ഉള്ളിൽ കത്തിച്ചു വെക്കാൻ വേറൊരു കാരണവും കൂടി. അപ്പോൾ അതുകൂടാതെ തന്നെ നല്ലൊരു അടിപൊളി വ്യൂവും കൂടിയാണല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചുതരാം. നമ്മുടെ സ്വന്തം കമ്പോസ് ചെയ്ത സോങ്ങാണ്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പെണ്ണെ പെണ്ണെ നീ എൻ കണ്ണേ കാണുമ്പോ ഉള്ളിലെ സ്നേഹം നീ അറിഞ്ഞോ നീ അറിഞ്ഞോ ഉള്ളിന്റെ ഉള്ളിലായി നിന്ന പ്രേമം ഞാനല്ലാതായി ഇപ്പൂ മണമില്ലാതായി
അഖിലേഷ് ബ്രോ ചിക്കൻ കുറെ നേരമായിട്ട് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കണേ. ചിക്കൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒരു ഫ്ലേവറൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറെ കഷ്ടപ്പെടുന്നുണ്ട് പുള്ളി. കണ്ണൊക്കെ ഇരുന്നിട്ട് കണ്ണീന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. പുള്ളിയാണ് ചിക്കൻ്റെ ബാർബിക്യൂടെ ഇൻചാർജ്. ഇവിടെ ഓരോരുത്തരും ഓരോ പണിയിലാണ്. ഇല്ലില്ല ബ്രോ കണ്ടിന്യൂ. അപ്പോൾ ഇന്നത്തെ നൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണം. അടിപൊളി ഒരു അനുഭവമായിരുന്നു ഈ കേവിൻ്റെ ഉള്ളിലത്തെ ഒരു അനുഭവം. അതിന് താങ്ക്സ് ടു ചാൾസ്, ഷിജു ബ്രോ, പിന്നെ നമ്മുടെ അഖിലേഷ് ബ്രോ, 3 പേരും നമ്മൾ നന്നായിട്ട് വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഇന്ന് നൈറ്റ് എത്തിയേക്കണം. അതുപോലെ ചാൾസിൻ്റെ ഇപ്പോഴത്തെ എൻ്റർടൈൻമെൻറ്റ് ടൈമൊക്കെ കഴിഞ്ഞു തോന്നുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡിലോട്ട് കിടക്കണേണ്. അപ്പോൾ ഇനിയിപ്പോൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡിലോട്ട് പോവാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നൈറ്റ് കിടക്കും. നാളെ രാവിലത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കേവ് ഇപ്പോൾ നൈറ്റ് ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ടോർച്ച് വെച്ചിട്ടാണ് കൂടുതൽ ഷോട്ട് എടുത്തേക്കണം. അപ്പോൾ പൊറോട്ടയും കൂട്ടിയിട്ടാണ് നമ്മുടെ ചിക്കൻ്റെ സെറ്റ് ചെയ്യണത്. അതുകൊണ്ടാ അങ്ങനെ പിച്ചെടുത്ത് അല്ല അടിപൊളി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിടക്കാനുള്ള സെറ്റപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി വൈബാണ് ഇവിടെ. ഈ വളവില്ലേ ഇപ്പൊ ഞങ്ങള് വിറക് പറക്കുന്നില്ലേ, ആ വളവിന്റെ അവിടെ പോയി നോക്കിയായിരുന്നില്ലേ മീനൊക്കെ അവിടെ താഴോട്ട് വെച്ച് പോക്കയാ. അവിടെയാണ് മീനൊക്കെ ചത്ത. എഴുന്നേറ്റ് നിൽക്കുവാണെങ്കിൽ രാത്രി മൊത്തം എഴുന്നേറ്റിരിക്കാൻ പ്ലാനെങ്കിൽ മീനൊക്കെ വരും ഇവിടെ എത്തി നോക്കും. തമ്പീന്നൊക്കെ വിളിക്കും. ചിലപ്പോൾ കൊച്ചായിട്ട് നിൽക്കും. എന്നെ താഴെ കൊണ്ട് വിടാമെന്ന് ചോദിക്കും. ഉറക്കാൻ പോയാലും ചാൾസ് വിടൂലെന്ന് മനസ്സിലായില്ലേ ഫ്രണ്ട്സ്? ചാൾസിന്റെ പ്രേതക്കഥകൾ അവിടെ പാണ്ഡ്യമൊക്കെ പറഞ്ഞില്ല. ചിരിക്കല്ലേ പ്രേതക്കഥ പറയുക. പോയിട്ടില്ലേ അവിടെ നിൽക്കുക. വരുന്നില്ല, ഫ്ലോ വരുന്നില്ല. എഫക്ട് ചിരിയിൽ പോയി. അയ്യോ എല്ലാവരും അങ്ങനെ ഉറങ്ങാൻ വേണ്ടി കിടന്ന് ഇനിയിപ്പോൾ വെളുപ്പിനെ എഴുന്നേക്കണം. വെളുപ്പിനെ എഴുന്നേറ്റ് ട്രക്കിംഗ് ആണ് താഴത്തോട്ട്. രാവിലെ നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ ഫുൾ വ്യൂ കാണിച്ചു തരാം. ഞങ്ങളുടെ നുന്നു ബ്രോനെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടി. നുന്നു ബ്രോ അവിടെ ഇരുന്ന ആളാണ്, നെറ്റ്വർക്ക് പിടിച്ച് ഇപ്പൊ പയ്യെ കയറി ഇവിടെ എത്തി. ഇപ്പൊ ഇവിടെ കിടക്കലായി. ഇനി കുറച്ച് കഴിയുമ്പോൾ അവിടെ കിടന്നുറങ്ങും നടുക്ക്. അങ്ങനെ നുന്നു ബ്രോ ഇപ്പൊ അവരിടയിലായിട്ടാ ആളെ എത്തി ഇപ്പൊ മേളിലായി. 5 മൈൽ കഴിഞ്ഞിട്ട് 5 മൈലാണ് നാഷണൽ പാർക്കിന്റെ എൻട്രൻസ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് 9 മൈൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നിന്ന് താഴോട്ടുള്ള ഏരിയ ഫുള്ള് ഡാർക്ക് ഏരിയ. എപ്പോ നമ്മള് ഒറ്റയ്ക്കൊക്കെ വണ്ടി പോകുമ്പോൾ എപ്പോഴും ഡാർക്ക് കിട്ടും. ഇതൊരു ഓട്ടോക്കാരൻ്റെ കഥയാണ്. അത് ശരിക്കും നല്ല സംഭവമാണ്. ഓട്ടോക്കാരൻ ഓട്ടോ ആയിട്ട് ഈ രാത്രി വരുക, ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുക. അപ്പോൾ ഒരു ചേച്ചി കൊച്ചുമായിട്ട് നിൽക്കുക. അപ്പോൾ എന്താ അമ്മ കൊച്ചായിട്ട് നിൽക്കുവാണെന്ന് പറഞ്ഞപ്പം പുള്ളിക്കത്തറ എനിക്ക് കൊച്ചിക്ക് സുഖമില്ലേ, ഹോസ്പിറ്റലിൽ കൂട്ടണമെന്ന് കയറി. ആള് വണ്ടിയിൽ കയറി കുറച്ചു നേരം ഓട്ടോക്കാരൻ ഇങ്ങനെ നോക്കിയാൽ പുറകെ കണ്ണാടി കൂടെ നോക്കിയപ്പോൾ കൊച്ചിനെ കാണുന്നില്ല. പെട്ടെന്ന് നോക്കിയപ്പോൾ കൊച്ചെങ്കേന്ന് ചോദിച്ചു. കൊച്ചിനെ തിന്നു പറഞ്ഞു. അവര് പറഞ്ഞു. അവള് പുള്ളിലേക്ക് ഇവിടെ എല്ലാം ചോരയായിട്ട് ഇരിക്കുക. അപ്പൊ തന്നെ അയാൾ ബോധം കെട്ട് വീഴും ഓട്ടോക്കാരൻ.
എന്നിട്ട് പുള്ളി നിർത്തി അവിടെ തന്നെ നിർത്തി വണ്ടി ബോധം കെട്ടി വീണു. ആ എന്നിട്ട് ആളെ പിന്നെ വന്ന ആൾക്കാർ വണ്ടിയിൽ വന്നവർ വന്നപ്പം ആൾ ബോധം കെട്ടി എടുക്കുന്ന ആളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അയാൾ മരിച്ചുപോയി. പാനിക്കായി. കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാൾസാണ്. അങ്ങനത്തെ കുറെ സീനുകളുണ്ട്. ഇത് ശരിക്കും നടന്നിട്ടുള്ള കഥയാണല്ലേ? നടന്നിട്ടുള്ള എൻ്റെ കൂട്ടുകാരനടുത്ത് ഒരാളുണ്ട്, ജോബി എന്ന് പറഞ്ഞത്, അഡ്വഞ്ചർ ഫീൽഡിൽ തന്നെ ഉള്ള ആളെ എവിടെ പോയാലും ഡാർക്ക് വൈബാ. ഇവിടെ മൂന്നാറിൽ നിന്ന് കോളനി പോയി, നിങ്ങൾ പോയില്ലേ? അവിടെ ഒരു നേരത്തെ ഒരു ഇരുട്ട സ്ഥലമായിരുന്നു, ഞങ്ങളിപ്പോൾ സെൻസസ് ഒക്കെ എടുത്തോണ്ട സ്ഥലം. അപ്പൊ ഇവനും ടൗണിൽ നിന്ന് ഒരു കമ്പനി കിട്ടി. പുള്ളിക്കാരായിട്ട് സംസാരിച്ച് അടിച്ചു പൊളിച്ച് സംസാരിച്ച് പോവാ. കറക്റ്റ് ആ ഒരു അമ്പലമുണ്ട് അവിടെ. അമ്പലത്തിനടുത്ത് വരെ ഇയാൾ സംസാരിച്ചുകൊണ്ട് കൂടെ നിന്നുകൊണ്ടിരുന്ന ആള് ഒറ്റടി കാണുന്നില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആള് കാണുന്നില്ല, പ്രത്യക്ഷമായി. എന്നിട്ട് പുള്ളി നേരെ ഒറ്റ ഓട്ടം ഓടി വീട്ടിൽ പോയി പനി പിടിച്ചു, സീനായി, പേടിച്ചു പോയി. എന്നിട്ട് പിറ്റേ ദിവസം അതിനെ പറ്റി അന്വേഷിച്ചപ്പം സെയിം പേരുള്ള ഒരാള്, അയാൾ സംസാരിച്ചു പോയില്ലേ, അതേ പേരുള്ള ഒരാള് തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്നു. അയാള് സൂസൈഡ് ചെയ്ത് മരിച്ചു. ഒരു വർഷം കണ്ടായി മരിച്ചിട്ട്. അപ്പൊ അയാളുടെ ആത്മാവായിരുന്നു പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ പനി പിടിച്ച് ഭയങ്കര സീനായി. അങ്ങനെ എപ്പോഴും ഈ ചെക്കൻ അതുപോലെ തന്നെ ഇവര് തന്നെ മൂന്നുപേരും ഇങ്ങനെ ഹാർഡ്ലി ജോബി ഇവര് മൂന്നുപേരും ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കും. അവരുടെ സ്റ്റെപ്പിൽ കൂടി ഇങ്ങനെ കയറി ഒത്തിരി സ്റ്റെപ്പ് ഉണ്ടായി. താഴേന്ന് വന്നിട്ട് ഒറ്റ അടി ജോബി കിട്ടും. നീ അടിച്ചോടാന്ന് ഹാർഡിലോട്ട്, നീ എന്നെ അടിച്ചോടാന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. ഇവരൊന്നും നോക്കിയില്ല. അവർക്ക് മനസ്സിലായി ഈ പുള്ളിക്കാരൻ എവിടെ പോയാൽ ഡാർക്കുള്ള പറഞ്ഞില്ലേ, ഒറ്റ വീട്ടിൽ നേരെ പോയി 3 അമ്മമാർക്കും പനി ഇങ്ങനെ. അങ്ങനത്തെ കുറെ ടാക്സ് ഇതൊക്കെ ഇങ്ങനെയുള്ള ആംബുലൻസ് ഉള്ള സ്ഥലങ്ങളില്ലേ എപ്പോഴും ഇങ്ങനത്തെ ഓരോ സ്പിറ്റുകൾ നമ്മിപ്പോ ഫ്രണ്ട്സ് നമ്മളിപ്പോ ഗുഹന്റെ ഉള്ളിൽ രാത്രി കിടക്കുന്ന ഒരു ആംബിയൻസിലാണ് പുള്ളിയുടെ ഈ കഥകളൊക്കെ കേട്ടോണ്ടിരിക്കണം. നമ്മുടെ ക്യാമറ എടുക്കാൻ പയ്യനുണ്ടായത് പുള്ളി അവിടെ ഇരുന്നതാണ് നെറ്റ്വർക്ക് പിടിച്ചോണ്ട്. ബാക്കി ഇവിടെ എല്ലാവരും കിടക്കുമ്പോ കഥ കേട്ട് കേട്ട് പയ്യെ പയ്യെ കയറി അവസാനം ഇപ്പൊ ഇവരെ തലന്റെ അവിടെ വന്നിട്ടാണ് ഇരിക്കണത്. ഇപ്പം 4:10 വെളുപ്പിന് 4:10. അപ്പോൾ ഇവിടെ ഗുഹയിൽ നമ്മളല്ലാതെ വേറെ കുറച്ച് അതിഥികളും കൂടി ഉണ്ട്. അവരിപ്പോൾ രാവിലെ ആകുന്തോറും വന്നുകൊണ്ടിരിക്കണേണ് ഓരോന്നോരോന്ന്. വേറെ ഒന്നുമില്ല, ബാറ്റ്സാണ്. അപ്പോൾ ഈ കേവിൽ ബാറ്റ്സ് ഉണ്ടപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ രാവിലെ ആകുമ്പോൾ കാണാൻ പറ്റും. ഓരോന്ന് വരും, ഉള്ളിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും എഴുന്നേറ്റാട്ടോ. സമയം എത്ര ഇപ്പോൾ 6:30 ആയി. അപ്പം ഇനിയിപ്പോൾ നമ്മൾ താഴത്തോട്ട് ട്രെക്ക് ചെയ്യാൻ പോണേ. അതിനു മുമ്പ് നമുക്ക് ആ വ്യൂ ഒന്ന് കാണാം. പുറത്തെത്താം. ഇത്ര നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ ഇതാണ് നമ്മുടെ കേവിൻ്റെ പുറത്തോട്ടുള്ള വ്യൂ. നല്ലൊരു സൂപ്പർ വ്യൂ ആണ്. റോഡാ ഒന്നും കാണുന്നില്ല ഇവിടെ. കംപ്ലീറ്റ് ഇവിടെ ടീ പ്ലാന്റേഷൻ, ഹിൽ ടോപ്പ്, പിന്നെ വേറെ ഒന്നും കാണുന്നില്ല. പിന്നെ നമ്മൾക്ക് ഈ ഗുഹയുടെ എൻട്രൻസ് കാണിച്ചിട്ട് ഇപ്പോൾ നമ്മളെല്ലാവരും പാക്ക് ചെയ്യണം. ഇനിയിപ്പോൾ തിരിച്ച് താഴത്തോട്ട് ഇറങ്ങാനുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് താഴത്തോട്ട് ഇനിയിപ്പോൾ ഇറങ്ങണം. ഇനിയിപ്പോൾ ബാഗ് പാക്ക് ചെയ്യാം. ഉള്ളിൽ കേവിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇരുട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെയിം വ്യൂ തന്നെ, നൈറ്റ് കണ്ട വ്യൂ ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ.
അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ കേവിൻ്റെ ഉള്ളിലത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാം ഒന്ന് പാക്ക് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ നൈറ്റ് സ്റ്റേ ഈ കേവിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും താഴത്തോട്ട് ഇറങ്ങാൻ പോണേ. അടിപൊളിയായിരുന്നു ഇന്നലത്തെ എക്സ്പീരിയൻസ്. ഇവരും കൂടി ഉള്ളതുകൊണ്ട് വളരെ കളർഫുള്ളായി ഭയങ്കര ഒരു വലിയ ഒരു താങ്ക്സ് ഇവർക്ക് കൊടുക്കണം. 3 പേരും വളരെ നമ്മുടെ കൂടെ ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യത്തിനും ഒപ്പം നിന്ന്. അപ്പോൾ നമുക്ക് താഴത്തോട്ട് പോവാം. ഇവിടെ നമ്മൾ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ഇട്ടേക്കണം. കാരണം വേസ്റ്റൊക്കെ എല്ലാം കളക്ട് ചെയ്തിട്ട് താഴത്തോട്ട് റിട്ടേൺ കൊണ്ടുപോകണേ. ട്രക്കിങ്ങും കഴിഞ്ഞ് കേവിലത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മിന് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. എന്താ ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇതേപോലെ തന്നെ ഇരിക്കും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും.